ഇപ്പോൾ ഏറ്റവും നല്ല പശുവിനെ കിട്ടുന്നത് എവിടെ? കേരളത്തിൽ പുറത്ത് പോയി മേടിച്ചാലോ? കേരളത്തിൽ പുറത്ത് പോയി മേടിക്കാൻ പറ്റില്ല. ഇന്ന് കേരളത്തിൽ പശു ഉണ്ടോ? ആ കേരളത്തിൽ പശു ഇല്ലാതാനും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധ വേണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഉൽപ്പാദനശേഷി കൂടിയ പശുക്കൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, യന്ത്രവൽക്കരണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രിസിഷൻ ഫാമിംഗ്, ഓട്ടോമേഷൻ തുടങ്ങിയ പുതുമുഖമുള്ള ക്ഷീരമേഖലയ്ക്കായി വേണം നമ്മൾ പദ്ധതികൾ രൂപീകരിക്കാൻ. കാലഘട്ടം മാറുകയാണ്. എന്തോരം ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ വന്നു. നമ്മുടെ ടു ബി ഓണസ്റ്റ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് അങ്ങേക്ക് പറയാൻ കഴിയുമോ, ഇന്നത്തെ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് അനുസരിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജ് കർഷകരിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന ഒരു പോളിസിയോ ഒരു അപ്രോച്ചോ നമുക്കുണ്ടോ എന്ന് പറയാൻ കഴിയും. ഇന്ന് എത്രയോ സാധ്യതകൾ കിടക്കുന്നു. അത് മാത്രമല്ല, ഓരോ ദിവസവും ചലഞ്ചസ് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാവശ്യമായ ഗവേഷണ, വിദ്യാഭ്യാസ, വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്കായി വെറ്റിനറി സർവകലാശാല, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകൾ ഒരുക്കണം. കേരളത്തിനൊരു കന്നുകാലി പ്രജനന നയമുണ്ട്. സങ്കരവർഗം പശുക്കളുടെ എണ്ണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മാത്യു കൊഴുനാടനാണ് ചോദിച്ചത്, KLDBയിൽ എന്താണ് നടക്കുന്നത്, മാട്ടുപ്പെട്ടിയിൽ എന്താണ് നടക്കുന്നത്? ഈ കേരളത്തിന് ആവശ്യമായ മുഴുവൻ ബീജവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണ് അവിടെ. ഇത് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ കൊടുക്കുന്നത്, ഞങ്ങൾ പുറത്തുള്ള സംസ്ഥാനത്തിന് കൂടി ആ ബീജം കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് വരിക. ഞങ്ങൾ കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ചും കേന്ദ്രമന്ത്രി ചോദിച്ച ഒരു കാര്യം, ഇത്രയധികം സങ്കരയിനം പശുക്കൾ കേരളത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് സംശയം ചോദിച്ച കേന്ദ്രമന്ത്രിയെ എനിക്ക് കാണുവാൻ സാധിച്ചു. ലിംഗനിർണ്ണയം നടത്തിയ ബീജദാനം ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ട് ഒരു പശുവായിട്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ജനിക്കുകയാണ്? ഇവിടെ ആരാണ്ട് ചോദിച്ചു അതൊക്കെ കൊണ്ടുവന്നൂടെ എന്ന് നമ്മുടെ ഈ വക്കീൽ മാത്യു കുഴൽനാടൻ MLA ചോദിച്ചിരുന്നു. അതിവിടെ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. അപ്പോൾ പശു പ്രസവിച്ചാൽ ആൺപശു അല്ല, കാളയല്ല, പശുവായിട്ട് തന്നെ ജനിക്കുവാനുള്ള സംവിധാനം ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിൽ. അത് മാത്രമല്ല, ഭ്രൂണ മാറ്റ സാങ്കേതിക വിദ്യ KLD ബോർഡിൽ ഞങ്ങൾ പരീക്ഷിച്ചു. നമുക്കറിയാം മനുഷ്യരിൽ മാത്രമാണ് ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇന്ന് അത്തരത്തിലുള്ള ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന നിലയ്ക്ക് ഒരു പശു അതിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ശിശുവാക്കി കൊണ്ടുവന്ന് അതിനെപ്പോൾ വളർത്തി വലിയ പശുവായിട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്.